അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. സ്വർഗത്തിൽ മാലാഖവൃന്ദങ്ങൾ നിന്നവദാനം പാടുന്നു, സ്വർഗത്തിൽ മാലാഖവൃന്ദങ്ങൾ നിന്നവദാനം പാടുന്നു. അമ്മയ്ക്കു സ്നേഹത്തിൻ മംഗളഗീതി ഞങ്ങളും പാടുന്നു. നന്മ നിറഞ്ഞവളായിടും അമ്മേ പാടി വാഴ്ത്തുന്നു. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. നന്മ നിറഞ്ഞവളെ അമ്മേ നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിയിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവൾ പരിശുദ്ധ കന്യകാമറിയം, ദൈവകൃപ നിറഞ്ഞവൾ, ഫുൾ ഓഫ് ഗ്രേസ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, യേശുവിനെ വേണ്ടവർ മറിയത്തിനരികിൽ ചെല്ലണം, ഫലം വേണ്ടവർ വൃക്ഷത്തിനരികെ ചെല്ലണമെന്ന് പറയുന്നത് പോലെ തന്നെ യേശുവിനെ വേണ്ടവർ മറിയത്തിനരികിൽ ചെല്ലണം. കൃപയുടെ നിറവായ പരിശുദ്ധ അമ്മ, ആ നന്മ നിറഞ്ഞ അമ്മയെ പാടി പ്രകീർത്തിക്കുവാൻ കാർമൽ ഗീതങ്ങൾ പ്രിയമുള്ളവരെ നമുക്കായി ഒരുങ്ങുന്നു. ഹൃദയപൂർവം പ്രാർത്ഥനയോടെ അമ്മയെ മഹത്വപ്പെടുത്തി ഗീതങ്ങൾ ആലപിക്കാം, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.
ഗീതി, മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ പ്രശോഭിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ മനോഹരമായി ഗീതി പാടി. ഗീതിയുടെ പേര് തന്നെ ഗീതം എന്നതിൻ്റെ ഒരു അർത്ഥം വരുന്ന നാമമാണ് അല്ലേ? ആരാ പേരിട്ടെ? പേരിട്ടത് അമ്മയാണ്. അമ്മ. സംഗീത കുടുംബമാണോ? ഇങ്ങനെ സംഗീതത്തോട് അങ്ങനെയല്ല, താല്പര്യമുണ്ട് സംഗീതത്തോട്. അമ്മ പാടും. അമ്മ പാടും. സംഗീതം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞാൻ ഡിഗ്രിയും പി ജിയും ചെയ്തത് മ്യൂസിക്കിൽ തന്നെയാണ്. മ്യൂസിക്കില്ല. ഇപ്പോൾ എവിടെ പഠിക്കുക? ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ പി ജി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ ഞാൻ. ഇറങ്ങിയുള്ളൂ അല്ലേ? മനോഹരമായി പാടുവാൻ ആശംസകൾ. കയ്യിലെ ജപമാലയൊക്കെ പിടിച്ച് അമ്മയോട് ചേർന്ന് പാടുമ്പോൾ എന്താണ് മരിയ ഭക്തിയുടെ വഴിയിൽ ഉള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ. ഒരു +2 വരെയൊക്കെ കൊന്ത ചൊല്ലിയാലും കുഴപ്പമില്ല. എന്നും വീട്ടിൽ കൊന്ത ചൊല്ലും. പിന്നെ ഞാൻ കൊന്ത ചൊല്ലിയാലും ഇല്ലെങ്കിലും ഞാൻ കിടന്നുറങ്ങും, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ചൊല്ലിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് എന്തെങ്കിലും ഒന്ന് മുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു മനസ്സായിരുന്നു. അങ്ങനെ ഒരു മനസ്സായിരുന്നു +2 വരെയൊക്കെ. പക്ഷെ വീട്ടിൽ നിന്നും കൊന്ത ചൊല്ലും. പിന്നെ എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടിയതെന്ന് പറയുന്നത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൊന്ത ചൊല്ലാൻ പ്രചോദനം നൽകിയിട്ടുള്ളത്. അമ്മ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കൊന്ത എക്സ്ട്രാ ചൊല്ലാതെ അമ്മ കിടക്കാറില്ല. അതിൻ്റെ അനുഗ്രഹം എന്നും കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കയ്യിൽ കൊന്ത കൊണ്ട് നടക്കാനും അതുപോലെ തന്നെ നടക്കുന്ന വഴിയിലൂടെ പോകുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയായിരുന്നു. ചേച്ചി നടക്കുന്ന വഴി കൂടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ എവിടെയാണെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു നന്മ നിറഞ്ഞ മറിയും എങ്കിലും ചേച്ചി ചൊല്ലും. അപ്പം ഈ നടക്കുന്ന വഴിക്കൊക്കെ കൊന്ത ചൊല്ലാനൊക്കെ ഒരു പ്രചോദനമായത് മൂത്ത ചേച്ചിയായിരുന്നു. ചേച്ചി എപ്പോഴും കയ്യിൽ ജപമാല ഉണ്ടാവും. ചേച്ചി എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കും. അങ്ങനെ ഡിഗ്രി തുടങ്ങിയതിന് ശേഷം ഞാൻ കയ്യിൽ അതുവരെ കൊന്ത കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. അതിനുശേഷം കൊന്ത കൊണ്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്കെല്ലാം കൊന്ത ചൊല്ലും. യാത്ര ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പാണെങ്കിലും ഇതിനൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞുകാറ്റു പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാ
പോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസ്സാകണേ. ഓ നിറമഞ്ഞിൻ്റെ സ്നിഗ്ധതയും ഹൃദയവിശുദ്ധിയുടെ വെണ്മയും ഓ പരിശുദ്ധ മേരി അമ്മേ, അമ്മ എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപേക്ഷിച്ചാൽ ഒരിക്കലും കൈവിടാത്ത മേരിനാഥയുടെ തിരുക്കരങ്ങളിൽ മുറുകെ പിടിക്കാം. അമ്മയുടെ വെന്തിങ്ങ അമ്മയെ ചുറ്റി പുണരുമ്പോൾ അമ്മ നമ്മോട് പറയുന്നു, കുഞ്ഞേ, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. അമ്മയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ മേരിനാഥേ, നിർമ്മല കന്യകേ, കർമ്മലാമ്പേ, തൂമഞ്ഞുപോലെ എൻ്റെ ഹൃദയത്തിൽ വെണ്മ പകരുവാൻ അമ്മ വരണമേ. നിത്യം തിരുപുത്രനോട് അമ്മ സ്നേഹമാധ്യസ്ഥ്യം വഹിക്കണമേ. നിർമ്മല സ്നേഹത്തിൽ വളരുവാൻ അവിടുത്തെ കരുണയുടെ കരം നീട്ടി എന്നെയും ചേർക്കണമേ. ആമേൻ.